ടെൻസസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ഫോം ഓഫ് വേർബിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. ടെൻസിനെ മൂന്നായിട്ട് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇതിൽ ഓരോന്നിലും 4 ഡിസ്റ്റിങ്റ്റീവ് ഫോംസ് ഉണ്ട്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം വരുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റിൽ ആ ഒരു ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫോം ഓഫ് വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ, സത്യമായിട്ടുള്ള യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള റിയാക്ഷൻസ് എന്നിവയൊക്കെയാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൂടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടുത്തെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം, പിന്നെ ING ഫോം ഓഫ് ദ വെർബ്, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഡെവലപ്പ് ചെയ്യുന്ന ട്രെൻഡ്സ്, പിന്നെ അതുപോലെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ആക്ഷൻസ് ഒക്കെയാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉൾപ്പെടുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ V3 ഫോം ഓഫ് ദ വെർബ്, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ്. ഇങ്ങനെയായിരിക്കും അവിടുത്തെ സെൻറ്റൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൾറെഡി ഹാപ്പൻ ചെയ്ത കാര്യങ്ങൾ, പക്ഷെ അത് എന്നാണോ ഒക്വർ ചെയ്തതെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസൻറ്റിൽ കംപ്ലീറ്റ് ചെയ്യപ്പെട്ട ഇവൻറ്റുകൾ, പിന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഇഫക്റ്റ്, ഇതൊക്കെ പറയുന്ന സെൻറ്റൻസുകളായിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉൾപ്പെടുന്നത്. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ബീൻ, പിന്നെ ING ഫോം ഓഫ് ദ വെർബ്, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി അത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, അത് പ്രസൻറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതായിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന സെൻറ്റൻസുകൾ. അടുത്ത് വരുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് V2 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും, പിന്നെ ഒബ്ജക്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു നടന്ന കാര്യം, ഒരു സ്പെസിഫിക് ടൈമിൽ നടന്ന കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൾറെഡി അത് മുമ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനായിരിക്കും ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ അറേഞ്ച്മെൻറ്റ് ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വെയർ, ING ഫോം ഓഫ് ദ വെർബ്, അതും കഴിഞ്ഞ് ഒബ്ജക്റ്റ്. ഇങ്ങനെയായിരിക്കും ഇവിടെ സെൻറ്റൻസ് ഉണ്ടായിരിക്കുക. ഈ സെൻറ്റൻസുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കും. അടുത്ത് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ് ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഹാഡ്, പിന്നെ V3 ഫോം ഓഫ് ദ വെർബ്, അതും കഴിഞ്ഞ് ഒബ്ജക്റ്റ്. ഈ സെൻറ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പാസ്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അത് മറ്റൊരു പാസ്റ്റിൽ ആക്ടിവിറ്റി നടക്കുന്നതിന് മുമ്പ് നടന്നു എങ്കിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവിടുത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഹാഡ്, അത് കഴിഞ്ഞ് ബീൻ, പിന്നെ ING ഫോം ഓഫ് ദ വെർബ്, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ്. ഇങ്ങനെയായിരിക്കും അവിടുത്തെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ സെൻറ്റൻസുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി അതൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ അവിടുത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ എന്തായിരിക്കും ഒരു പ്രഡിക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോൾ അവിടുത്തെ ഫോർമാറ്റ് ആദ്യം സബ്ജക്റ്റ്, പിന്നെ വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഫ്യൂച്ചറിൽ ബിഗിൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്തായിരിക്കും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ടായിരിക്കുക. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതായത് അതിൻ്റെ ഫോർമാറ്റ് ആദ്യം സബ്ജക്റ്റ്, പിന്നെ വിൽ അല്ലെങ്കിൽ ഷോൾ പ്ലസ് ഹാവ്, പിന്നെ V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവിടെ ഫസ്റ്റ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വിൽ അല്ലെങ്കിൽ ഷോൾ, പിന്നെ ഹാവ് പ്ലസ് ബീൻ, ING ഫോം ഓഫ് ദ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇങ്ങനെയായിരിക്കും അവിടുത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നടക്കാൻ പോകുന്ന ഒരു കണ്ടിന്യൂയിങ് ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനെ കുറിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഗ്രാമറിലുള്ള ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.